ആക്ച്വലി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എനിക്കൊരു ഇമെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മോട്ടിവേഷണൽ വീഡിയോസ്, നമ്മൾ ഡിപ്രഷനിലാണെങ്കിലും നമ്മൾ മോട്ടിവേഷനൊക്കെ കൊടുക്കാൻ നല്ല അടിപൊളി ആയിട്ട് കൊടുത്തായിരുന്നു വീഡിയോയിൽ. അപ്പോൾ മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടിട്ട് അവർക്ക് ഡിപ്രഷനെ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരു ഇമെയിൽ എനിക്ക് ഒരാൾ അയച്ചു തരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ വീഡിയോ ഒന്നും ഇടാറില്ല. അതുപോലെ അങ്ങനത്തെ വീഡിയോ ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി ആൻറ്റി ഡിപ്രസൻസ് ഒക്കെ കഴിക്കുന്നുണ്ട്. സോ ഇപ്പോൾ നമുക്ക് ഡിപ്രഷനാണ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹം തന്നെ തോന്നുന്നില്ല. ഞാൻ നടന്നുകൊണ്ടിരിക്കുക, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റോട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ലിഗമെൻ്റ് ടയറിനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഓട്ടോ ഒന്നും കിട്ടണില്ല. കുറച്ചുകൂടി നടന്ന ഓട്ടോ കിട്ടുന്ന സ്ഥലത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഡെയിലി റുട്ടീൻ ചെയ്യാൻ നോക്കുക. ഒരു മിനിറ്റ്, ഞാനിവിടെ നിന്നിട്ട് വീഡിയോ എടുത്തില്ലെങ്കിൽ ഞാൻ വല്ല കുഴിയിൽ വീഴും. ഇവിടെ റോഡ് മൊത്തം കുഴികളാണ്. ഈ വാക്കിംഗ് വേയിൽ മൊത്തം അവർ സ്ലാബൊക്കെ മാറ്റിയിട്ട് അവിടെ ഇവിടെയൊക്കെ കുഴിയുണ്ട്. അപ്പോൾ പിന്നെ ലിഗമെൻ്റ് ആംഗിളിൻ്റെ ടയറായ പോലെ അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ഫ്രാക്ചർ വരും. സോ ഞാൻ നന്നായിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ ഒന്നുള്ളൂ, നമുക്കെന്തെങ്കിലും മെയിനായിട്ട് നമുക്ക് ഡിപ്രഷനുണ്ട്, ഭയങ്കര സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ പറയണു, ഫസ്റ്റ് നിങ്ങൾ സൈക്കാട്രിസ്റ്റിനെ കാണാം. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ആവശ്യമുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, കൗൺസിലിംഗ് ചെയ്യുക. അത് റെഗുലറായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം, ഇടയ്ക്ക് നിർത്തേണ്ട പരിപാടികളല്ല. അത് നിങ്ങൾ കാണുന്ന സൈക്കാട്രിസ്റ്റിനെ അനുസരിച്ചിട്ട് അവർ അഡ്വൈസ് തരും. അതുപോലെ തന്നെ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവണം. പലർക്കും പല കാര്യങ്ങളായിരിക്കും. ചിലർക്ക് ലവ് ഫെയിലിയർ ആയിരിക്കും, ചിലർക്ക് ജോബിൻ്റെ കാര്യം ആയിരിക്കും, ചിലർക്ക് വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ട്, പാരൻസിൻ്റെ ചിലപ്പോൾ അവർ ഡിവേഴ്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ മക്കൾക്ക് ഉണ്ടാവണ വിഷമം. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ ഒറ്റ ആൾക്ക് സംഭവിച്ചു എന്നുണ്ടാവാം. സോ അങ്ങനെ കുറേ സ്ഥലത്തിൽ പല കാര്യങ്ങളുണ്ടാവാം. നമുക്ക് ഒരാളിനെ ഈ സംഭവമൊക്കെ എനിക്ക് നടന്നിട്ടുണ്ട്. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നിനക്ക് ഈ കാര്യം കൊണ്ട് എങ്ങനെ നീ ഡിപ്രഷനിലായി, നീ വെറുതെ അഭിനയിക്കുകയാണ്, ഇതൊന്നും കാര്യമൊന്നുമില്ല. ഓരോരുത്തരുടെയും ലിമിറ്റ് വ്യത്യാസമുണ്ട്. അതായത് ഡിപ്രഷനിൽ പോണതിൻ്റെ ലിമിറ്റ് വ്യത്യാസമുണ്ട്. ഓരോരുത്തരുടെ കപ്പാസിറ്റി വ്യത്യാസമുണ്ട്. സ്ട്രെസ് ഫേസ് ചെയ്യണതിൽ ഓരോരുത്തരുടെ ഇതിൽ നിന്നിട്ട് ആലോചിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു സംഭവം മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ അവരെത്രമാത്രം ഇപ്പോൾ ഒരു റിലേഷനാണെങ്കിൽ അവരെത്രമാത്രം ആ ഒരു റിലേഷനിൽ എഫേർട്ട് ഉണ്ടായിരുന്നു, എത്രമാത്രം അവർ അതിന് വേണ്ടിയിട്ട് ടൈം ചിലവാക്കിയിട്ടുണ്ടായിരുന്നു, എത്രമാത്രം അവർ സ്നേഹിച്ചിരുന്നു, അതിനനുസരിച്ചിട്ടൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ആ ഒരു ഫെയിലിയർ സംഭവിക്കുന്നുണ്ടാകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. പിന്നെ എല്ലാ ഫെയിലിയറും ഡിപ്രഷനിലേക്ക് എത്തണമെന്നില്ല. ചില ആൾക്കാർക്ക് ആ ഫെയിലിയറൊക്കെ താങ്ങാനുള്ള ശേഷി ഉണ്ടാവും. സോ അത് വേറെ കാര്യം. സോ അങ്ങനെ കാര്യങ്ങളുടെ കാര്യം നമ്മൾ വിടട്ടെ. നമ്മളൊരു ഡിപ്രഷനിൽ കടന്നു പോവുകയാണെന്ന് വിചാരിക്കാം. ഒന്ന്, ലൈഫിൽ നമ്മൾ വിചാരിക്കും ഇതാണ് ഏറ്റവും വലിയ കാര്യം എന്ന്. പക്ഷേ ലൈഫിൽ ഇനിയും കുറേ കാര്യങ്ങൾ കാണാൻ കിടക്കുന്നുണ്ട്. നമുക്ക് എന്താണ് വരാൻ പോണതെന്ന് നമുക്ക് പോലും അറിയില്ല. അത് വേറെ ആർക്കും പറയാനും പറ്റില്ല. ഇന്ന് കണ്ട കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ നാളെ നടക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വാറുണ്ടാവുമോ എന്ന് പേടിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പലതരത്തിലുള്ള കണ്ടു. അതിനു മുമ്പ് ആദ്യമൊക്കെ കശ്മീർ പോകാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ നന്നായിട്ടൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നൊരു സമയത്ത് അന്ന് ടൂർ പോയ ആൾക്കാർ ഒന്നും ഇങ്ങനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോയ ആൾക്കാരല്ല. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചു. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ പേടിച്ചിട്ട് ഒരു
യുദ്ധം ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി നമ്മുടെ ഉള്ളിൽ, ചില ആൾക്കാരുടെ ഉള്ളിലെങ്കിലും ആ പേടി ഉണ്ടായിരുന്നു. സോ ഒന്നും നമ്മൾ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇന്ന് നമുക്ക് ചിലപ്പോൾ വിഷമമുള്ള കാര്യങ്ങൾ നാളെ ചിലപ്പോൾ നല്ല കാര്യങ്ങളായിട്ട് മാറാം. അതുപോലെ തന്നെ ഞാൻ വിചാരിക്കും, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ല കാര്യങ്ങൾ നമുക്ക് നടക്കും. അതുപോലെ തന്നെ മോശം കാര്യങ്ങൾ ചെയ്താൽ മോശം കാര്യങ്ങൾ കുറച്ച് സമയമെടുത്താലും അതിനുള്ള റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ആ ഒരു കാര്യമുണ്ട്. 2, നിങ്ങൾക്ക് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് ബേസിക്കലി ആദ്യം ഒരു ഡെയിലി റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യണം. ഡെയിലി റുട്ടീൻ ഫോളോ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ കാലത്ത് കറക്റ്റ് സമയത്തിന് എണീക്കാൻ നോക്കുക. ഈ ഡിപ്രഷനൊക്കെ ചെയ്യണ സമയത്ത് നമുക്ക് കട്ടിൽ നിന്ന് എണീക്കാൻ തന്നെ തോന്നില്ല. അതുപോലെ തന്നെ പണിക്ക് പോകാൻ തോന്നില്ല, പഠിക്കാൻ തോന്നില്ല, അങ്ങനെ ഒന്നും ചെയ്യാൻ ചത്ത പോലെ കിടക്കാൻ തോന്നും. മുറിയിൽ നിന്ന് ഇറങ്ങാൻ തോന്നില്ല, ആരെയും ഫേസ് ചെയ്യാൻ തോന്നില്ല. സോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഡേ ബൈ ഡേ ഒറ്റ ദിവസം കൊണ്ടെല്ലാം മാറ്റാമെന്ന് പറയുന്നത് നമ്മളൊരു ഒരു ഷെഡ്യൂൾ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുക. ഓക്കെ, നമുക്ക് ഇന്ന ടാർഗറ്റ്, നമ്മുടെ ജോലി സമയം എത്ര മണിക്കാണ് നോക്കുക. ഇപ്പോൾ 8 മണിക്ക് നമുക്ക് ജോലിക്ക് എത്തണമെങ്കിൽ ഓക്കെ, നമ്മളൊരു 6:30 ടാർഗറ്റ് വയ്ക്കുക. സോ 6:30ക്ക് എണീക്കാൻ പറ്റിയില്ലെങ്കിലും 7 മണിക്കെങ്കിലും എണീക്കാൻ പറ്റുമോ നോക്കുക. ഓക്കെ, ഇനി 7 മണിക്കും എണീക്കാൻ പറ്റിയില്ലെങ്കിൽ 7:30ക്കെങ്കിലും എണീക്കാൻ പറ്റും. അത് ഓരോ ദിവസം ബെറ്ററാക്കി വരിക. അതുപോലെ തന്നെ കാലത്ത് എണീറ്റ് ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അല്ലാണ്ട് നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് പോവുക. ഞാൻ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നോണം, അതുകൊണ്ടാണ് ഞാൻ നല്ല വൃത്തികേടായിട്ടാണ് ഈ വീഡിയോയിൽ വന്നോണ്. പക്ഷേ കാലത്ത് പോകുമ്പോൾ അത്യാവശ്യം ഫ്രഷായിട്ടൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. സോ നന്നായിട്ട് ഫ്രഷായിട്ട് നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത്, ഡ്രസ്സിങ്ങിലൊക്കെ നമ്മൾ വിചാരിക്കും ഈ ഡിപ്രഷനിലിരിക്കുന്ന സമയത്ത് വിചാരിക്കും ഡ്രസ്സിങ്ങിലൊക്കെ എന്താ കാര്യമുള്ളതെന്ന്. പക്ഷേ ഡ്രസ്സിങ്ങൊക്കെ നമ്മളെ തന്നെ നന്നായിട്ട് കെയർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ടൈം കൊടുക്കുക. നമുക്ക് വേണ്ടിയിട്ടൊരു ദിവസത്തിൽ 1/2 മണിക്കൂർ 1 മണിക്കൂറെങ്കിലും നമ്മുടെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് സമയം കൊടുക്കുക. നമ്മുടെ ഇഷ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജോലി ചെയ്യുക. പിന്നെ ജോലിയിൽ നന്നായിട്ട് അല്ലെങ്കിൽ പഠിത്തത്തിൽ നന്നായിട്ട് ഇൻവോൾവ് ആക്കാൻ നോക്കുക. ആദ്യമൊന്നും കോൺസെൻട്രേഷൻ കിട്ടില്ല, പക്ഷേ ഹോപ്പ് വയ്ക്കുക. ഇതിനൊക്കെ ചിലപ്പോൾ ആദ്യം നന്നായിട്ട് ഡിപ്രഷനിൽ പോകുന്ന ആൾക്കാർക്ക് ആദ്യം ഇതൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിനാണ് മെഡിക്കേഷൻസിൻ്റെ ഹെൽപ്പ് വേണം, സൈക്കാട്രിസ്റ്റിൻ്റെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ്. സോ ആ ഒരു ഹെൽപ്പ് നേടുക. അതുപോലെ തന്നെ സൂയിസൈഡൽ ടെൻഡൻസി നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല, പെട്ടെന്ന് തന്നെ സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോവുക. അതിലേക്ക് അപ്പോൾ ഈ ഡെയിലി റുട്ടീൻ്റെയും അങ്ങനത്തെ കാര്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു ചിന്ത തോന്നിയെന്നുണ്ടെങ്കിൽ തന്നെ ആദ്യം തന്നെ സൈക്കാട്രിസ്റ്റിനെ കാണാം. പിന്നെ ഹെൽത്തി ഫുഡ് കഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക, വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. നമ്മുടെ ഫുഡ് തന്നെ നമ്മളെ തന്നെ കുറേയൊക്കെ ബെറ്ററാക്കും. പിന്നെ അതുപോലെ തന്നെ മിനിമം ഒരു 10,000 സ്റ്റെപ്സ്. നമുക്കിപ്പോൾ കുറേ ആൾക്കാർക്ക് ഫോണിൽ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നമ്മൾ എത്ര സ്റ്റെപ്സ് വാക്ക് ചെയ്തു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ എത്ര സ്റ്റെപ്സ് വാക്ക് ചെയ്തു എന്നുള്ളത് കൗണ്ട് ചെയ്ത് ഒരു മിനിമം ഒരു 10,000 സ്റ്റെപ്സ് നടക്കാൻ വേണ്ടിയിട്ട് നോക്കുക. സോ നമ്മുടെ ഏജിനനുസരിച്ചിട്ട് നമുക്കിപ്പോൾ അത്യാവശ്യം ഏജ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ലിമിറ്റ് ഓക്കെ, ആദ്യത്തെ ദിവസം നമുക്ക് ഓക്കെ 10 മിനിറ്റാണ് നടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ 10 മിനിറ്റ് നടക്കുക. പിന്നെ അത് പതുക്കെ കൂട്ടിയിട്ട് വരിക. ഒറ്റയടിക്ക് നിങ്ങൾക്ക് പറ്റാത്ത ഒരു ടാർഗറ്റ് വെച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ പതുക്കെ കൂട്ടിയിട്ട് ഓരോന്ന് ചെയ്തു കൊണ്ടുവരിക. പിന്നെ എന്താ, അങ്ങനെ എക്സസൈസ് നോക്കുക, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നോക്കുക. അതുപോലെ തന്നെ ഉറങ്ങാൻ സമയം. ഈ ഡിപ്രഷനിൽ പോകുമ്പോൾ നമുക്ക് ഉറക്കം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സോ ഉറക്കം നമ്മൾ കൃത്യസമയത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഉറങ്ങാൻ വേണ്ടി കിടക്കുക. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ജേക്കബ്സൺസ് റിലാക്സേഷൻ ടെക്നിക് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ആ റിലാക്സേഷൻ ടെക്നിക്കൊക്കെ കിടക്കുന്നതിന് മുമ്പ് ചെയ്യാൻ നോക്കുക. ബ്രീതിങ് എക്സസൈസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു 1/2 മണിക്കൂർ മുമ്പ് കിടക്കുന്നതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ മാറ്റി വെച്ചിട്ട് മൊബൈൽ യൂസ് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ മൊബൈലിൻ്റെ സ്ക്രീൻ ടൈം കുറയ്ക്കുക. ചിലപ്പോൾ നമ്മൾ IT പ്രൊഫഷണലൊക്കെ ആകുമ്പോൾ സ്ക്രീൻ ടൈം കൂടുതലായിരിക്കും. പക്ഷേ ഉറങ്ങണേണ്ടും ഒരു 1/2 മണിക്കൂർ മുമ്പ് മൊബൈൽ മാറ്റി വയ്ക്കുക. അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ്. കുറേ ദിവസമായിട്ട് നമുക്ക് ഇങ്ങനത്തെ വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
ഒന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോൾ നേരം വൈകിയായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ റീൽസൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ മെയിൽ കണ്ടപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതും ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ആക്ച്വലി എൻ്റെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. കാരണം ഓരോരുത്തർ അറിയണ ആൾക്കാർ വഴിയിലൂടെ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ പോകണ കാരണമാണ് അത് ഉണ്ടാവണത്. സോറി. ഓക്കെ, അപ്പോൾ ബൈ. നമുക്കടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരുടെയും പ്രേയേഴ്സ് ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യുക. എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഫൈറ്റ് ചെയ്യുക. എനിക്ക് ഫൈറ്റ് ചെയ്യുക, അത്രേ കാര്യമുള്ളൂ. ഓക്കെ, ബൈ.